നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തായ്ലൻഡിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗപ്പി ഫാമിംഗ് ചെയ്യുന്ന ഒരു ബ്രീഡർ ഞാൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഗപ്പി ഫുഡാണ്. 4 മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കളറും ഗ്രോത്തും വെറും 85 ദിവസത്തിൽ എൻ്റെ ഫാമിൽ ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് ലഭിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഗപ്പി വാഗനിലേക്ക് സ്വാഗതം. 100% ഗപ്പി പരിപാലനത്തിനായിട്ട് തുടങ്ങിയിരിക്കുന്ന ചാനലാണ് ഗപ്പി വാഗൻ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആദ്യം ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞ് വരുന്ന ബെൽ ഐക്കൺ കൂടി ഞെക്കുക. ഈ ഫുഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് ബീഫ് ഹാർട്ടാണ്. ഒരു 1/2 കിലോ, 1/2 kg ബീഫ് ഹാർട്ട് നമ്മൾ വാങ്ങുക. ബീഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ കാളയുടെ പോത്തിൻ്റെയൊക്കെ ഹൃദയം നമുക്ക് ഇറച്ചിക്കടകളിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ബീഫ് ലിവറും കൂടെ വാങ്ങുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ 2 ചെറിയ കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഫുഡിൽ ചേർക്കാനുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. 100% എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ വിദേശത്തു നിന്ന് ഗപ്പികൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഗപ്പികളുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കുറേ വെറൈറ്റി ഗപ്പികൾ നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാത്തിനും നല്ല ഭംഗിയും നല്ല കളറും നല്ല ഗ്രോത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം കുറേ നാളായിട്ട് അന്വേഷിച്ച് ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറേ നാളായിട്ട് അന്വേഷിച്ചു. അപ്പോൾ തായ്ലൻഡിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗപ്പി ഫാമിംഗ് ചെയ്യുന്ന ഒരു ബ്രീഡറെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ എങ്ങനെയാണ് ഗപ്പി ഫാമിംഗ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സ്റ്റേജിൽ ആദ്യത്തെ ഒരു 20 ദിവസം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അതിന് ആർട്ടീമി തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്നത് ഇതുമാതിരി പാക്കേജ്ഡ് ഫുഡ് ഒരിക്കലും കൊടുക്കാറില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അതിന് പകരം അവർ ചെയ്യുന്നത് ലൈവ് ഫുഡുകൾ, അതുകൂടാതെ തന്നെ ഈ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഈ ഫുഡാണ്, നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഫുഡാണ്. അപ്പോൾ ഇതുവഴി വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ ഗപ്പി ഫാമിംഗ് നടത്തി നല്ല വരുമാനം നേടിയെടുക്കുന്ന അനേകം ബ്രീഡർമാർ തായ്ലൻഡിലുണ്ട്, ഗപ്പി ഫാമിംഗ് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു ഫുഡാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ 1/2 kg 1/2 കിലോ ബീഫിൻ്റെ ഹാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 300 ഗ്രാം നമുക്ക് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ വേസ്റ്റായിട്ട് പോകുമെന്ന് പറയാൻ കാര്യം, അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഫാറ്റും വെയിനുകളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫാറ്റ് എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെളുത്ത കളറിൽ കാണുന്ന കൊഴുപ്പ് മൊത്തം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡിൽ ചേർത്ത് കഴിഞ്ഞാൽ ഗപ്പികളുടെ ദഹനത്തിനൊക്കെ നമുക്ക് പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ ഫാറ്റ് ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക, കളഞ്ഞെടുക്കുക. ചെറിയ വെളുത്ത ലെയറായിട്ട് കാണുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതിൽ നിന്ന് മുറിച്ച് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ വെയിനുകൾ, ചെറിയ നാര് പോലെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയുള്ള വെയിനുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം. ഇത് രണ്ടും ഗപ്പികളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ദഹനത്തിന് നല്ല പ്രോബ്ലമായിട്ട് മാറുന്ന സംഗതികളാണ്. അപ്പോൾ അത് രണ്ടും മാറ്റിയെടുത്തിട്ട് നല്ല ക്ലീനായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഒട്ടും ഫാറ്റും കൊഴുപ്പും വെയിനുകളും ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. അതെല്ലാം മാറ്റി നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്, മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം എളുപ്പം അരഞ്ഞു വരാനായിട്ട് ചെറിയ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കാതാണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. അപ്പം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് ആ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് അരച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ ഹാർട്ടും ലിവറും നമ്മൾ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ ഫാറ്റും വെയിനുകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഒരു ചെറിയ കയ്യിൽ കൊള്ളുന്നതിൻ്റെ അത്രയും OSIയുടെ ആർട്ടീമിയ ഫ്ലേക്സ് ചേർക്കുക. പല ബ്രാൻഡിൻ്റെ ആർട്ടീമിയ ഫ്ലേക്സ് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന OSIയുടെ ആർട്ടീമിയ ഫ്ലേക്സ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഇത് ചേർക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ച് സെയിം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു ബീറ്റ്റൂട്ട് 4ആയിട്ട് മുറിച്ചതിൻ്റെ ഒരു ഭാഗവും, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഒരു ബീറ്റ്റൂട്ടിൻ്റെ 4/1, ഇത് രണ്ടും തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഒന്നുകിൽ ആർട്ടീമിയ ഫ്ലേക്സ്, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ബീഫിൻ്റെ ഹാർട്ട്, ലിവർ, ആർട്ടീമിയ ഫ്ലേക്സ്, അതല്ല എന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ഹാർട്ടും ലിവറും ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കണം. കാരണം അരയാനുള്ള വെള്ളം ബീഫിൻ്റെ ഹാർട്ടിൽ നിന്ന് ലിവറിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അത് ഇതിനകത്ത് തരികൾ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിത് മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇത് ഫീഡ് ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ്. അത് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ
മനസ്സിലാവും. അപ്പോൾ ഇത് ഫീഡ് ചെയ്യുമ്പോൾ മീനുകൾക്ക് ഇത് കഴിക്കാൻ പാടായിട്ട് വരും, അവർക്ക് ദഹനത്തിന് പ്രോബ്ലം ആയിട്ട് വരും. നന്നായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ തന്നെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമുക്കിനി ഇതൊരു പ്രോസസ്സ് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല സ്മൂത്തായിട്ട് തരിയില്ലാതെ അരച്ചെടുത്ത ഈ മിക്സ് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാഗുകളിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗുകളിലാക്കി നമുക്ക് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉദ്ദേശിക്കുന്ന ലെവലിൽ നല്ല കട്ടിയായിട്ട് ഫ്രീസായിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഫ്രീസറിൽ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രേയിൽ, അതിൻ്റെ പഴയ ഒരു ട്രേ ആണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്, ആ ട്രേയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഫീഡ് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ക്യൂബ് മാത്രം നമുക്ക് ഇളക്കിയെടുക്കേണ്ട ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. ഒരു ക്യൂബ് തന്നെ ചില ദിവസം ആവശ്യം വരില്ല. അപ്പോൾ ഇളക്കിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നിറച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിലൊരു മീഡിയത്തിൽ കൂടുതൽ തണുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ലെവലിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല ഫ്രീസ് ചെയ്ത് നമുക്ക് എടുത്ത് മീനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രീസറിൽ നിന്ന് ആവശ്യമുള്ള ഭാഗം മാത്രം പുറത്തെടുത്ത് 15 മിനിറ്റിന് ശേഷം നമുക്ക് ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാം. നല്ല കളറും മികച്ച ഗ്രോത്തും ഈ ഫുഡ് വഴി നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.